എൻട്രി ടി വിയിൽ നിന്നുള്ള പുതിയ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. നമസ്കാരം, എൻട്രി ടിവിയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടായിരുന്നു. അതിൽ നമ്മൾ പ്രിയാമ്പിളിനകത്തുള്ള വേർഡ്സ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ അതിൻ്റെ പാർട്ട് 2 ആയിട്ട് ഹിസ്റ്റോറിക് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ടോപ്പിക്കായിരിക്കും കവർ ചെയ്യുക. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായി വരുന്നതിന് ചില ചരിത്രപരമായ കാരണങ്ങളുണ്ട്, അതിന് ഓരോ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ലൈക്ക് 1833 ആക്ട്, 1813 ആക്ട്, 1858 ആക്ട്, 1935 ആക്ട് എന്നൊക്കെ പറഞ്ഞ പോലെ പല ആക്ടുകളിലൂടെയുള്ള ഡെവലപ്മെൻറ്റാണ് ഇന്ന് കാണുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പൂർവ്വരൂപത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ അതെന്താണ്, ആ ഒരു ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് എന്താണ് എന്നുള്ളതായിരിക്കും നമ്മൾ ഇനിയുള്ള എപ്പിസോഡുകളിൽ കാണാൻ പോകും. അപ്പോൾ നമുക്ക് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്നത് ഒരു സുപ്രഭാതത്തിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊരു പെർട്ടിക്കുലർ ഡോക്യുമെൻ്റ് ഉണ്ടാകുന്നതല്ല. അതിന് ചരിത്രപരമായിട്ടുള്ള പല കാരണങ്ങളുണ്ട്. ചരിത്രപരമായിട്ടുള്ള പല ഡെവലപ്മെൻറ്റ് സ്റ്റേജുകളിലൂടെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നിട്ടുള്ളത്. ചരിത്രപരമായ ഡെവലപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ചരിത്രപരമായ സ്റ്റേജുകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാലാകാലങ്ങളിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ ഇന്ത്യയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള നിയമങ്ങളെയാണ് നമ്മൾ ഈ ഒരു ചരിത്രപരമായ കാരണം അല്ലെങ്കിൽ ചരിത്രപരമായ ഡെവലപ്മെൻറ്റ്സ് എന്ന് വിളിക്കുക. അപ്പോൾ ഓരോ നിയമങ്ങളും എങ്ങനെ വന്നു, ആ ആക്ടിലൊക്കെ എന്തൊക്കെ പ്രൊവിഷൻസ് ആണ് ഉണ്ടായിരുന്നത്, അവിടെ നിന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇന്നത്തെ രൂപത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ സീരീസിൽ നമ്മൾ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ടോപ്പിക്കിനെ ഞാൻ 5 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 1600 മുതൽ 1765 മുതലുള്ള കാലങ്ങളെ കമ്മിങ് ഓഫ് ദ ബ്രിട്ടീഷ് ആസ് ട്രേഡേഴ്സ് എന്ന് ഒരു കാലഘട്ടമായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് കമ്പനി റൂൾ എന്ന് പറഞ്ഞൊരു കാലഘട്ടം, ഡയറക്റ്റ് ബ്രിട്ടീഷ് റൂൾ എന്ന് പറഞ്ഞിട്ടൊരു കാലഘട്ടം, ഇന്ത്യൻ നാഷണലിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ ഒരു കാലഘട്ടം, അത് കഴിഞ്ഞിട്ട് ഫ്രെയിമിംഗ് ആൻഡ് അഡോപ്ഷൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊരു കാലഘട്ടം. ഇങ്ങനെ 5 കാലഘട്ടങ്ങളിലായിട്ടായിരിക്കും ഈ ടോപ്പിക്ക് നമ്മൾ പറഞ്ഞു പോവുക. പിന്നെ ആമുഖമായിട്ടൊരു കാര്യം പറയാനുള്ളത്, ഈ ടോപ്പിക്കിൽ മോർ ഓർ ലെസ് നമ്മൾ ഹിസ്റ്ററിയുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആണ്. അപ്പോൾ ചില ഹിസ്റ്റോറിക് ഇവൻറ്റ്സ്, വളരെ ഈ ആക്റ്റുകളെ പറയാൻ വേണ്ടി വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് തോന്നുന്ന ഹിസ്റ്റോറിക് ഇവൻറ്റ്സ് മാത്രമേ ഞാനിവിടെ മെൻഷൻ ചെയ്തു പോകുള്ളൂ. ഹിസ്റ്ററി ക്ലാസ്സുകളിൽ ആ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നതുമായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഒരു ആമുഖം പോലെ പറയുകയാണെങ്കിൽ, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന കമ്പനിയാണ് ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് ബ്രിട്ടൻ്റെ ഭാഗത്തു നിന്ന് ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് എത്തി ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കമ്പനി എന്ന് പറയുന്നത്. 1600കളിലാണ് ബ്രിട്ടീഷുകാർ ഇവിടെ എത്തുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്നത് പ്യുവർ ട്രേഡേഴ്സ് ആയിട്ടാണ്, കച്ചവടം മാത്രം ലക്ഷ്യമിട്ട് വരുന്ന ഒരു കമ്പനിയാണ് ഇന്ത്യയിലേക്ക് ആദ്യം വന്നത്. 1600കളുടെ തുടക്കത്തിൽ ചാർട്ടർ ആക്ട്, ഒരു ചാർട്ടർ ബ്രിട്ടീഷ് രാജ്ഞിയുടെ കയ്യിൽ നിന്ന്, അന്നത്തെ ബ്രിട്ടീഷ് രാജ്ഞിയുടെ കയ്യിൽ നിന്ന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനി കംപ്ലീറ്റ് മൊണോപ്പൊളി ഉള്ള ഒരു ചാർട്ടർ അഗ്രിമെൻറ്റോട് കൂടിയാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. മൊണോപ്പൊളി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ ആ ഒരു കമ്പനിക്ക് മാത്രമേ ട്രേഡ് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് മൊണോപ്പൊളി ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു മൊണോപ്പൊളി കൊണ്ടാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് വരുന്നത്. അതിനുശേഷം അവരിവിടെ വന്നിട്ട് നടത്തിയിട്ടുള്ള ട്രേഡുകളും പല യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഹിസ്റ്ററി ക്ലാസ്സുകൾ പഠിക്കും. അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ എന്നാലും ചെറിയൊരു കാര്യം പറഞ്ഞു വരാനുള്ളത്, ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒഫീഷ്യൽസ്, അതായത് അതിൻ്റെ ഓഫീസേഴ്സ് ഭയങ്കരമായിട്ട് പ്രൈവറ്റ് ട്രേഡുകൾ നടത്തി തുടങ്ങി. പ്രൈവറ്റ് ട്രേഡുകൾ എന്ന് പറയുമ്പോൾ അവർ സ്വന്തമായിട്ട് കച്ചവടം ചെയ്യുക, കൈക്കൂലികൾ വാങ്ങുക, ബ്രൈബ്സ് വാങ്ങുക. റോബർട്ട് ക്ലൈവിനൊക്കെ കൈക്കൂലി കേസിൽ ബ്രിട്ടനിൽ വിചാരണ ചെയ്തിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നതൊക്കെ ചരിത്രത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഭയങ്കരമായിട്ട് പ്രൈവറ്റ് ട്രേഡിൽ ഏർപ്പാടാക്കിയിട്ട് അങ്ങനെ പ്രൈവറ്റായിട്ട് ഒരുപാട് ഇൻകം ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒഫീഷ്യൽസ് സമ്പാദിക്കുകയും ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറഞ്ഞ കമ്പനി നോർമലി നഷ്ടത്തിലേക്ക് പോവുകയും ആ കമ്പനിക്ക് മാത്രം ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ മോണോപ്പൊളി ഉണ്ടായിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് 1600കൾക്ക് ശേഷം 1765 ആ ഒരു കാലഘട്ടം വരെയൊക്കെ നിലനിന്നത്. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാച്ചുറലി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാഗമായിരുന്ന ആളുകളോട് ബാക്കിയുള്ള ബ്രിട്ടീഷ് ട്രേഡേഴ്സിന്, അല്ലെങ്കിൽ ബാക്കിയുള്ള ഇന്ത്യയിലേക്ക് വരാൻ പറ്റാത്ത ബാക്കിയുള്ള ബ്രിട്ടീഷ് കമ്പനികൾക്കൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ ഭാഷയിൽ പറയാൻ ഒരു അസൂയൊക്കെ തോന്നിയിട്ടുണ്ടാകും. അപ്പോൾ അവർ അത്തരത്തിലുള്ള ആളുകൾ നൊബാബ്സ് എന്നൊക്കെയാണ് ഇംഗ്ലീഷ് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒഫീഷ്യൽസിനെ ഇവർ വിളിച്ചിരുന്നതൊക്കെ പറഞ്ഞ് നമ്മൾ ചരിത്ര പുസ്തകങ്ങൾ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അന്നത്തെ ബ്രിട്ടീഷ് പാർലമെൻറ്റിലും ബ്രിട്ടീഷ് രാജാവിൻ്റെ അടുത്തുമൊക്കെ പ്രഷർ ചെലുത്തിയിട്ട് ഈ കമ്പനീനെ ഒന്ന് നിയന്ത്രിക്കണം, റെഗുലേറ്റ് ചെയ്യണം. ചുമ്മാ അതിൻ്റെ കമ്പനീനെ മാത്രം ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലേക്ക് അയച്ചാൽ ശരിയാവില്ല. അവരെ ഒന്ന് റെഗുലേറ്റ് ചെയ്യണം. അവരുടെ കാര്യങ്ങളിൽ നമുക്കൊരു കൺട്രോൾ വേണം, പാർലമെൻറ്റിന് ഒരു കൺട്രോൾ വേണം എന്നുള്ള രീതിയിലേക്ക് രാജാവിനെയും പാർലമെൻറ്റിനെയൊക്കെ പെർസ്യൂ ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് കമ്പനീനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പല ആക്റ്റുകൾ വരികയും ചെയ്തു, പല നിയമനിർമ്മാണങ്ങൾ നടക്കുകയും ചെയ്തു. ഈ നിയമനിർമ്മാണങ്ങളൊക്കെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്മെൻറ്റിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വന്നിട്ടുള്ള നിയമങ്ങളായിരിക്കും നമ്മൾ ആദ്യ സെഷൻസിലൊക്കെ നോക്കുന്നുണ്ടാവും.
അങ്ങനെ വന്നിട്ടുള്ള ഒരു ആക്ടാണ് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 എന്ന് പറയുന്നത്. റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 ഒബ്വിയസ്ലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അഫയേഴ്സിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടനിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ആക്ടാണ് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്മെൻറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, അല്ലെങ്കിൽ ഒരു ഭരണഘടന എന്ന് പറഞ്ഞിട്ടാണ് ലിഖിത ഭരണഘടനയിലേക്ക് ഇന്ത്യ പോകുന്നതിൻ്റെ ഒരു ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു ആക്ടിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ ഈ ആക്ടിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻസ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അഫയേഴ്സ്, ഇന്ത്യയിലെ അഫയേഴ്സ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇതിൽ അന്ന് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന 3 പ്രൊവിൻസസുകൾ, ഇപ്പോൾ ബംഗാൾ പ്രൊവിൻസ്, കൽക്കട്ട പ്രൊവിൻസ്, മദ്രാസ് പ്രൊവിൻസ് പറഞ്ഞ 3 പ്രൊവിൻസസുകളിൽ ഓരോ ഗവർണർമാർ അപ്പോയിൻറ്റഡ് ആയിരുന്നു. അതിലെ ഗവർണർ ഓഫ് ബംഗാളിനെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നുള്ള ഒരു ഡെസിഗ്നേഷൻ കൊടുത്തിട്ട് അവരോധിക്കുകയും, വാരൻ ഹേസ്റ്റിങ്സ് ആണ് ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറയുന്ന ഒരു ഗവർണർ ജനറൽ ഓഫ് ബംഗാളായിട്ട് അവരോധിക്കുകയും, ബാക്കിയുള്ള 2 പ്രൊവിൻസസിലെ ഗവർണേഴ്സിനെ ഇയാളുടെ സബോർഡിനേറ്റ് ആക്കുകയും, അതായത് അവർ രണ്ടുപേരും ഇയാളുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുന്ന പോലത്തെ ഒരു മെക്കാനിസത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു ഈ ഒരു ആക്ട് വഴി. പിന്നെ ഗവർണർ ജനറലിന് ഒരു ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവർണർ ജനറലിനെ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 4 പേരടങ്ങുന്ന ഒരു എക്സിക്യൂട്ടീവ് കൗൺസിലിനെ ഈ ആക്ട് ഫോം ചെയ്യിച്ചു. പക്ഷേ നോ സെപ്പറേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ, അതായത് പിന്നീട് വരുന്ന ആക്ടുകളിലൊക്കെ നമുക്ക് കാണാം ഈ ഗവർണറിൻ്റെ എക്സിക്യൂട്ടീവ് കൗൺസിൽ കൂടാതെ തന്നെ വേറൊരു ലെജിസ്ലേറ്റീവ് കൗൺസിലും കൂടെ ഉണ്ട്. കുറച്ച് നമ്പർ ഓഫ് ആളുകൾ അടങ്ങുന്ന ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിലും കൂടെ പിന്നീട് ഉണ്ടായി വരുന്നുണ്ട് പല ആക്ടുകളിലായിട്ട്. ഈ ഒരു ആക്ടുകളിൽ വന്നിട്ടുള്ളത് ഗവർണർ ജനറലിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു എക്സിക്യൂട്ടീവ് കൗൺസിലിനെ ഫോം ചെയ്തു. പിന്നെ സുപ്രീം കോർട്ട് എന്ന് പറഞ്ഞൊരു ഫോം ചെയ്യുന്നത് ഈ ഒരു ആക്ടിൻ്റെ ഭാഗമായിട്ടാണ്. സുപ്രീം കോർട്ട് കൽക്കട്ടയിൽ 1774 ഫോം ചെയ്യുന്നുണ്ട്. അത് ഈ ഒരു ആക്ടിൻ്റെ പിൻബലത്തിലാണ് സുപ്രീം കോർട്ട് ആദ്യം ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നടന്നിരുന്ന മുമ്പത്തെ ദിവാനി അദാലത്തൊക്കെ പോലെയുള്ള മുഗൾ കോർട്ടിൻ്റെ രീതിയൊക്കെ ആയിരുന്നു നമ്മൾ ഫോളോ ചെയ്തു പോയിരുന്നത്. അതൊക്കെ ഒന്ന് മാറ്റി ബ്രിട്ടീഷ് റൂളിൻ്റെ അണ്ടറിലേക്ക്, അല്ലെങ്കിൽ ആ നിയമങ്ങൾ തന്നെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സുപ്രീം കോർട്ട് എന്ന രീതിയിലേക്കൊക്കെ ബ്രിട്ടീഷ് ജഡ്ജുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഡേറ്റ് മാത്രം ഓർത്തിരുന്നാൽ മതി. ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ പ്രൊവിഷൻസിലേക്ക് പോകാം. അങ്ങനെ വന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ പ്രൈവറ്റ് ട്രേഡ് എന്ന് പറയുന്ന സംഭവം, ബ്രിട്ടീഷ് കമ്പനി ഒഫീഷ്യൽസ് ഒരുപാട് പ്രൈവറ്റ് ട്രേഡിൽ ഇൻവോൾവ് ആയിരുന്നു. ആ പ്രൈവറ്റ് ട്രേഡുകളാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നഷ്ടം വരുത്തി വെച്ചതും അവർ സ്വകാര്യ സ്വത്ത് സമ്പാദനത്തിന് ഭയങ്കരമായിട്ട് കാരണമാവുകയും ചെയ്തത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രൈവറ്റ് ട്രേഡിനെ ബാൻ ചെയ്യുന്ന ഒരു ആക്ട് കൂടിയായിരുന്നു 1773 ആക്ട്. പിന്നെ ഈ ആക്ടിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻ എന്ന് പറയുന്നത് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്, അതായത് കമ്പനിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് അഫയേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് കൊമേഴ്ഷ്യൽ അഫയേഴ്സ് നോക്കുന്ന ആളുകളാണ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. ആ ഡയറക്ടേഴ്സ് കമ്പനിയുടെ റവന്യൂവിനെ കുറിച്ചുള്ള റിപ്പോർട്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് അയക്കണം എന്നുള്ള തരത്തിലുള്ള ഒരു പ്രൊവിഷനും കൂടെ ഈ ഒരു ആക്ടിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. 1773 ആക്ടിൽ ഉണ്ടായിരുന്നു. അടുത്ത ഇമ്പോർട്ടൻ്റ് ആക്ടാണ്, സെക്കൻഡ് ഒരു ഹിസ്റ്റോറിക് ഡെവലപ്മെൻ്റ് ആണ് 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത്. പിറ്റ്സ് ഇന്ത്യ ആക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആക്ടാണ്. ഈ ഒരു ആക്റ്റാണ് കമ്പനിയുടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പൊളിറ്റിക്കൽ ഫംഗ്ഷൻസും കൊമേഴ്ഷ്യൽ ഫംഗ്ഷൻസും രണ്ടും സെപ്പറേറ്റ് ആക്കിയത്. പൊളിറ്റിക്കൽ ഫംഗ്ഷൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ, കമ്പനിയുടെ അധികാരപരിധി കൂട്ടുക, കമ്പനിയുടെ ടാക്സ് കളക്ഷനുള്ള പ്രൊവിഷൻസ് കൂട്ടുക, വേറെ സ്ഥലങ്ങളെ കീഴടക്കുക, അതൊക്കെ പൊളിറ്റിക്കൽ ഫംഗ്ഷൻസ് വരും. കൊമേഴ്ഷ്യൽ ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ട്രേഡാണ്, ഇന്ത്യയുമായിട്ടുള്ള കച്ചവടപരമായ ഫംഗ്ഷൻസിനാണ് കൊമേഴ്ഷ്യൽ ഫംഗ്ഷൻസ് പറയുക. അപ്പോൾ കമ്പനിയുടെ ഈ ഒരു ഫംഗ്ഷൻസിനെ രണ്ടും ഭയങ്കരമായിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്ന ആക്ടാണ് 1784. ചിലപ്പോൾ അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ കാണാറുണ്ട്, ഏത് ആക്ടാണ് ഈ കൊമേഴ്ഷ്യൽ ഫംഗ്ഷൻസും പൊളിറ്റിക്കൽ ഫംഗ്ഷൻസും സെപ്പറേറ്റ് ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതിനുവേണ്ടി അവർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ കമ്പനിയിൽ നിയമിക്കുക, പുതിയൊരു ഡയറക്ടർ ബോർഡിനെ നിയമിക്കുകയാണ്. രണ്ട് ഫംഗ്ഷൻസ് സെപ്പറേറ്റ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് കൊമേഴ്ഷ്യൽ അഫയേഴ്സ് നോക്കുന്നു, ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞ ആളുകൾ പൊളിറ്റിക്കൽ അഫയേഴ്സ് നോക്കുന്ന പോലെ രണ്ട് തരത്തിലുള്ള കൗൺസിൽസിനെ ഉണ്ടാകുന്നു. രണ്ട് ഫംഗ്ഷൻസ് സെപ്പറേറ്റ് ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞ ഗവർണർ ജനറലിലെ കൗൺസിൽ 4 മെമ്പേഴ്സാണ് ഉണ്ടായിരുന്നത്, അതിനെ 3 മെമ്പേഴ്സായിട്ട് ചുരുക്കുന്നുണ്ട് പിന്നീട്. ആ ഈ ഒരു ആക്ടിലാണ് ഇന്ത്യൻ ടെറിട്ടറീസിലെ ബ്രിട്ടീഷ് പൊസഷൻ ഇൻ ഇന്ത്യ എന്ന് ആദ്യമായിട്ട് വിളിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും, വേറൊരു രാജ്യത്തിൻ്റെ സ്ഥലത്തെ ബ്രിട്ടീഷ് പൊസഷൻ ഇൻ ഇന്ത്യ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ആക്ടിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു അനലിറ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂലേക്ക് പോകുകയാണെങ്കിൽ ബ്രിട്ടീഷുകാരൊരു റോങ് കാലഘട്ടത്തിലേക്ക് ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ എയിം ചെയ്തിരുന്നു എന്നൊക്കെ പിന്നീടുള്ള ചരിത്രകാരന്മാരൊക്കെ ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ഫസ്റ്റ് ടൈമായിട്ട് ബ്രിട്ടീഷ് പൊസഷൻ ഇൻ ഇന്ത്യ എന്ന് വിളിച്ചത് ഇന്ത്യയിലുള്ള സ്ഥലങ്ങളെ, കമ്പനിയുടെ സ്ഥലങ്ങളെ അങ്ങനെ വിളിച്ചത് ഈ ഒരു ആക്ടാണെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കണം. ഇതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ മദ്രാസിലും ബോംബെയിലും ഗവർണർ ജനറലിന് ഓരോ കൗൺസിലുകൾ കൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു പിറ്റ്സ് ഇന്ത്യ ആക്ടാണ്.
പിന്നീട് വന്നിട്ടുള്ള ഒരു ആക്റ്റാണ് ചാർട്ടർ ആക്ട് ഓഫ് 1813 എന്ന് പറയും. ചാർട്ടർ ആക്ട് ഓഫ് 1813. ചാർട്ടർ ആക്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ചാർട്ടർ ആക്ട് വഴിയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് വരുന്നത്. മൊണോപ്പൊളിക്കൽ ചാർട്ടർ ആക്ട് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുമായിട്ട് ട്രേഡ് ചെയ്യാനുള്ള അവകാശം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മാത്രമായിരുന്നു. അപ്പോൾ ആ മൊണോപ്പൊളിനെ അവസാനിപ്പിക്കുന്നത് 1813 ആക്റ്റാണ്. അപ്പോൾ കമ്പനിയുടെ മൊണോപ്പൊളി 1813 ചാർട്ടർ ആക്ടോടുകൂടി ടെർമിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് ബ്രിട്ടനിലുള്ള മറ്റുള്ള എല്ലാ ആളുകൾക്കും, മറ്റുള്ള ബ്രിട്ടൻ സബ്ജക്ട്സ് ആയിട്ടുള്ള എല്ലാവർക്കും ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്ന ആക്ട് 1813 ആക്ടാണ്. മുമ്പ് പറഞ്ഞ പോലെ മൊണോപ്പൊളി ഉണ്ടായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക്. ആ മൊണോപ്പൊളി കാരണം ഒബിയസ്ലി അവർ ഇന്ത്യയിലേക്ക് വരാൻ പറ്റാത്ത ആളുകൾക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോടുള്ള നീരസം ഉണ്ടായിരുന്നു. അവർ പ്രഷർ ചെലുത്തിയിട്ടാണ് മുമ്പ് പറഞ്ഞ പോലെയുള്ള പല ആക്ടുകൾ, റെഗുലേറ്റിംഗ് ആക്ടുകൾ വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു ഏകദേശ കൾമിനേഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു അവസാന വാക്കുന്ന പോലെ, ആ മൊണോപ്പൊളി അവസാനിക്കുന്നതിൻ്റെ അവസാന വാക്കുന്ന പോലെ പറയുന്ന ഒരു ആക്ടാണ് 1813 ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനിയുടെ മോണോപ്പൊളി ടെർമിനേറ്റ് ചെയ്യുന്ന ആക്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1813 ആക്ടാണ് കമ്പനിയുടെ മോണോപ്പൊളി ടെർമിനേറ്റ് ചെയ്യുന്ന ആക്ട് എന്ന് പറയുന്നത്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആക്ടാണ് 1833 ആക്ട്. ചാർട്ടർ ആക്ട് ഓഫ് 1833 ആക്ട് അടുത്ത ഇമ്പോർട്ടൻ്റ് ആക്ടാണ്. ഈ ആക്ടിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആക്ടിലാണ് നമ്മൾ പറഞ്ഞ പോലെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നുള്ള ഡെസിഗ്നേഷൻ മാറ്റിയിട്ട് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നുള്ളൊരു ഡെസിഗ്നേഷനിലേക്ക് ഗവർണറെ മാറ്റുന്നത് ഈ ഒരു ആക്ടാണ്. വില്യം ബെൻഡിക്കാണ് ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് ഇന്ത്യയായിട്ട് അവരോധിക്കപ്പെട്ടത്. അപ്പോൾ 1833 ആക്ടാണ്. അപ്പോൾ ഇതിന് നമ്മൾ അടുത്തൊരു പോയിന്റായിട്ട് മെൻഷൻ ചെയ്ത് ഫൈനൽ സ്റ്റെപ്പ് ടുവേർഡ്സ് സെൻട്രലൈസേഷൻ ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയും. സെൻട്രലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു കേന്ദ്ര സ്ഥാനത്തേക്ക് പവർ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇൻ ദ സെൻസ് ഫെഡറലിസം ഇല്ലാതിരിക്കുക, അത് സെപ്പറേഷൻ ഓഫ് പവേഴ്സ്, ഡിസിൻറ്റഗ്രേഷൻ ഓഫ് പവേഴ്സ് ഇല്ലാതിരിക്കുക, ഡിവിഷൻ ഓഫ് പവേഴ്സ് ഇല്ലാതിരിക്കുന്നൊരവസ്ഥ. അതായത് അധികാരം വികേന്ദ്രീകരിച്ച് കൊടുക്കാതെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കേന്ദ്രത്തേക്ക് മാത്രം എന്നിട്ട് കൺട്രിയുടെ ഭരണം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമുക്ക് സെൻട്രലൈസേഷൻ എന്ന് പറയാം. അപ്പോൾ ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് സെൻട്രലൈസേഷൻ ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് ഉദ്ദേശിക്കുന്നത് ഇനി അങ്ങോട്ട് നമ്മൾ കാണുന്ന കുറച്ച് ചില ആക്ടുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കംപ്ലീറ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിൽ അൾട്ടിമേറ്റ് അതോറിറ്റി എന്നുള്ള രീതിയിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സിക്യൂട്ടീവ് കൗൺസിലാണ് ആ ഒരു രീതിയിൽ അൾട്ടിമേറ്റ് അതോറിറ്റി എന്നുള്ള രീതിയിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് 1833 ആക്റ്റാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ബോംബെ മദ്രാസ് പ്രൊവിൻസസിന് അവരുടേതായ ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഉണ്ടായിരുന്നു. അവർക്ക് അവരുടേതായ കാര്യങ്ങളിൽ ലെജിസ്ലേറ്റ് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നു. വളരെ മിനിമൽ ആണെങ്കിലും അത് എടുത്തു കളഞ്ഞ ആക്റ്റും 1833 ആക്റ്റാണ്. അതുകൊണ്ടാണ് ഇതിനെ ടുവേർഡ്സ് സ്റ്റാർട്ട് ഓഫ് സെൻട്രലൈസേഷൻ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയുന്നത്. അതിനുശേഷം ഈ ഒരു ആക്ടിന് ശേഷം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്യുവർലി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി ആയിട്ട് മാറി എന്നതാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്രയും ഭരണത്തിൽ അവർ കാര്യമായിട്ട് കൈകടത്തിയിരുന്നില്ല. ഒരു പവർ വിത്തൗട്ട് റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ പിന്നീട് പഠിക്കും. അപ്പോൾ പ്യുവർ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയിലേക്ക് പതുക്കെ അഡ്മിനിസ്ട്രേഷനിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ബോഡിയും കൂടെ ആയിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മാറി. അവരുടെ കൊമേഴ്ഷ്യൽ അഫയേഴ്സ് ഭയങ്കരമായിട്ട് കുറഞ്ഞു. കൊമേഴ്ഷ്യൽ അഫയേഴ്സ് മോണോപ്പൊളിയൊക്കെ തീർന്ന സ്ഥിതിക്ക് കൊമേഴ്ഷ്യൽ അഫയേഴ്സ് ഭയങ്കരമായിട്ട് റെഡ്യൂസ് ചെയ്തൊരു അവസ്ഥയാണ് ഈ ഒരു ആക്ടിന് ശേഷം വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആക്ടാണ് ചാർട്ടർ ആക്ട് ഓഫ് 1853 എന്ന് പറയുന്നത്. ചാർട്ടർ ആക്ട് ഓഫ് 1853 എന്ന് പറയുമ്പോൾ ഈ ആക്ടാണ് ലെജിസ്ലേറ്റീവ് പവേഴ്സും എക്സിക്യൂട്ടീവ് ഫങ്ഷൻസും സെപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് 3 പില്ലേഴ്സ് ഉണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം. ലെജിസ്ലേറ്റർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്ന് പറയും. ലെജിസ്ലേറ്റർ എന്ന് വെച്ചാൽ നിയമനിർമ്മാണം, പാർലമെൻറ്റൊക്കെ ലെജിസ്ലേറ്റീവിൻ്റെ ഭാഗമാണ്. എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുമ്പോൾ മിനിസ്റ്റേഴ്സ്, സിവിൽ സർവൻസ് ഒക്കെ എക്സിക്യൂട്ടീവ്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതുപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് സ്വിംഗ് ഒക്കെ ഉണ്ടാവുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് 1853 ആക്ട്. അതുകൊണ്ടാണ് ഈ ആക്ട് നമ്മൾ പഠിക്കുന്നത്. ചരിത്രപരമായിട്ടല്ല ഈ ഒരു ടോപ്പിക്കിനെ നിങ്ങൾ കാണേണ്ടത്. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ പൊളിറ്റി പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഈ ഒരു ടോപ്പിക്കിനെ ഈ ഒരു പോയിന്റിൽ നിങ്ങൾ കാണേണ്ടത്. അപ്പോൾ ഇവിടെ ലെജിസ്ലേറ്റീവും എക്സിക്യൂട്ടീവ് ഫങ്ഷൻസും ആദ്യമായിട്ട് വേർതിരിക്കുന്നത് 1853 ആക്റ്റാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ അതിൽ 6 മെമ്പേഴ്സ് സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, അതായത് ഗവർണർ ജനറൽ ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറഞ്ഞിട്ട് ഒരു കൗൺസിൽ, ഒരു ബോഡി ഉണ്ടാക്കുന്നു. അതിൽ 6 മെമ്പേഴ്സാണ് ഉണ്ടായിരുന്നത്. അതിൽ 4 മെമ്പേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്തിരുന്നത് ബാക്കിയുള്ള പ്രൊവിൻസസിലാണ്. മദ്രാസ്, ബോംബെ, ബംഗാൾ ആൻഡ് ആഗ്ര പ്രൊവിൻസസുകളായിരിക്കും ആ ഒരു 6 കൗൺസിലിനെ 6 മെമ്പേഴ്സിൽ 4 മെമ്പേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരിക്കുക. ഈ ഒരു ആക്ടോടു കൂടിയാണ് ഇന്ത്യൻ സിവിൽ സർവീസ് ഓപ്പൺ ഫോർ ഓൾ ആക്കിയത്. ഈ ഒരു ഇതോടുകൂടി ഇന്ത്യൻ സിവിൽ സർവീസ്, അന്നത്തെ കമ്പനിയുടെ അഫയേഴ്സ് മാനേജ് ചെയ്യാൻ വേണ്ടി ആളുകളെ റിക്രൂട്ട് ചെയ്തിരുന്നു.
ആ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ആ ഒരു ഇതിലേക്ക് ആളുകൾ ഓപ്പൺ കോമ്പറ്റീഷൻ എന്നുള്ളൊരു സംഭവം കൊണ്ടുവന്നത് ഈ ഒരു ആക്റ്റാണ് 1853 ആക്റ്റാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ 1858 വരെയുള്ള ആക്റ്റുകളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്റ്റുകൾ. ചാർട്ടർ ആക്റ്റുകൾ കണ്ടു, 1-2 റെഗുലേറ്റിംഗ് ആക്റ്റുകൾ കണ്ടു. ഈ ആക്റ്റുകൾ മറന്നു പോകാതെ ഓർത്തിരിക്കുക. ഇനി ഇന്ത്യയിൽ നടക്കുന്ന ഒരു മേജർ ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റൂൾ അവസാനിച്ചിട്ട് ബ്രിട്ടീഷ് ക്രൗൺ നേരിട്ട് രാജഭരണം ഏറ്റെടുക്കുന്ന, രാജാവിൻ്റെ അണ്ടറിൽ വൈസ്രോയുടെ അണ്ടറിൽ ഭരണം ഏറ്റെടുക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ സംഭവിക്കുന്നത്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഹിസ്റ്റോറിക് ബാക്ക്ഗ്രൗണ്ടാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 1857 വരെയുള്ള കാര്യങ്ങൾ കണ്ടു, ഡെവലപ്മെൻറ്റ്സ് കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്ന 1858 ശേഷമുള്ള ഡെവലപ്മെൻറ്റുകളാണ്. 1858 ശേഷമുള്ള ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് ക്രൗൺ നേരിട്ട് റൂള് ഏറ്റെടുത്തതിന് ശേഷമുള്ള ഡെവലപ്മെൻറ്റ്സും അതെങ്ങനെയാണ് ഏറ്റെടുത്തതെന്നുള്ള കാര്യങ്ങളും അത് അനുബന്ധിച്ച് വന്നിട്ടുള്ള ആക്റ്റുകളും ഒക്കെ ആയിരിക്കും ഇനി നമ്മൾ കാണുന്നുണ്ടാവും.